ഇത് ഏതാണ് ഐറ്റം? ഇതാണ് മയിൽപ്രാവ്. മയിൽപ്രാവ് അല്ലേ? വേറെ വലുപ്പമുള്ള നമ്മുടെ നാട്ടിലുണ്ടാവില്ല. അത് സൗദി അറേബ്യൻ്റെ സ്പെഷ്യലാണ്. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് സേഫ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ആക്ച്വലി ഇന്ന് നമ്മൾ പോകുന്നത് ഈ പ്രവാസ ലോകത്തെ കിട്ടുന്ന ചെറിയ ഒഴിവ് സമയങ്ങളിൽ പലതരം പ്രാവുകളെ വളർത്തി പരിപാലിക്കുന്ന കുറച്ച് കൂട്ടുകാരുടെ വിശേഷങ്ങളിലേക്കാണ്. അവരുമായി കുറച്ച് നല്ല നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന മനോഹരമായ ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അലി വ്ലോഗ്സ്. അപ്പോൾ ഇതാ നമ്മുടെ ചങ്കുകൾ റൂമിൽ വളർത്തുന്ന 2 കുരുവികളെ കാണിച്ചു കേട്ടോ. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി നോക്കിക്കണേ, നല്ല കളറാണ്. പച്ചയും അതുപോലെ തന്നെ ചുമപ്പും കളറുള്ള 2 കുരുവികൾ. ഇതുണ്ടോ? ഫുള്ള് സെറ്റപ്പാണ്. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അപ്പോൾ അതാ നമ്മുടെ ചങ്കള റൂമിൽ നമ്മൾ വന്നപ്പോൾ കണ്ടൊരു സംഭവമാണ്. ഇതാ ആൻഡ്രോയിഡ് കുഞ്ഞപ്പല്ല് പറഞ്ഞിട്ടുള്ള പോലത്തെ ഒരു കുഞ്ഞു റോബോട്ടാണ്. അപ്പോൾ അത് നമ്മൾ പറയുന്ന കമൻറ്റുകൾ ഇത് കേൾക്കുമില്ല എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, ഹായ് ഫ്രണ്ട്, വെൽക്കം ടു അലി വ്ലോഗ്സ്. പറയടാ. അപ്പോൾ അതാ നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ തെൻസീൻ്റെ ചങ്കള ടീമിൻ്റെ ചാനലിൽ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പന് എന്തൊക്കെയാണ് സംഭവങ്ങൾ, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ യൂസ്ഫുൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ കയറി നോക്കുക. അതുപോലെ നമ്മൾ ചങ്ങനെ കട്ടക്കും സപ്പോർട്ട് ചെയ്ത് കേട്ടോ. ഇപ്പോൾ 2 ആഴ്ചയായിട്ടുള്ള ചാനൽ തുടങ്ങിയിട്ട്. അപ്പം സേ ബൈ ബൈ പറയ്. വൈ നോട്ട്, കം ഓൺ മാൻ, ഓ യാ. അപ്പോൾ അതാ നമ്മളുടെ ചങ്കൾ ഇവിടെ ഈ കിളീനെ വളർത്തുന്നതിൻ്റെ പുറമെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ പ്രാവിനെ വളർത്തുന്നുണ്ട്. നമുക്ക് ഇനി ടെറസിൽ കയറിയിട്ട് ആ പ്രാവിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. ഈ കാണുന്ന ഈ ഒരു കൂട്ടിനുള്ളതാണ് ഇവരുടെ പ്രാവിനെ വളർത്തുന്ന ഒരു സെറ്റപ്പ് വെച്ചിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ഡോറുണ്ട്. നമ്മളിനി അതെല്ലാം ഡോറ് തുറന്ന് അകത്തേക്കൊന്ന് കയറി വെക്കാം. അപ്പോൾ അതാ ഇവിടെ ഇരുട്ടായതുകൊണ്ട് നമ്മൾ ക്യാമറയിൽ ഫ്ലാഷ് കത്തിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്. ഇതുണ്ടോ, ഈ കാണുന്നതാണ് ഇവരുടെ കൂട്. അപ്പോൾ അതാ നമ്മളുടെ ഈ പ്രാവുകളുടെ മെയിനായിട്ട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനെ വളർത്തുന്ന നമ്മളെ ചങ്കണ. പക്ഷേ കൂടുണ്ടാക്കി ഞാൻ ഭയങ്കര കൂടിൻ്റെ എഞ്ചിനീയർമാരാണ് ആ പുറത്ത് കണ്ടാ. ഓക്കെ, അപ്പൊ നാടൻ ശൈലിയിൽ നല്ല കള്ളിമുണ്ടൊക്കെ ഇട്ടിട്ട് നാടൻ ശൈലിയിലാണ് നമ്മുടെ ചങ്കിങ്ങ നടക്കുന്നത്. ഏതൊക്കെ ഇനം പ്രാവുകളാണ് ഇവിടെ ഉള്ളത്? ഒക്കെ നാടൻ പ്രാവാണ് അധികം. പിന്നെ ആകെ 2 മയിൽപ്രാവുകളുണ്ട്. ഏതൊക്കെയാണ് ഒന്ന് കാണിച്ചു തരും? ഒന്ന് മുട്ടിട്ട് ഇരിക്കുകയാണ് ഇവിടെ. പിന്നെ നാട്ടിൽ ഇതിനെ പറയില്ല സാറ്റി ചുണ്ടില്ലാത്ത ടൈപ്പ് പ്രാവ് അല്ലേ? അതൊന്ന് മുട്ടിട്ട് ഇരിക്കുകയാണ്. ഇതിൻ്റെ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ കേട്ടോ പ്രാവുകൾ തമ്മിലുള്ള അടി കാണണമെന്നെങ്കിൽ ഇതാ കണ്ടോളി. ഇതാണ് പ്രാവുകൾ കൂട് മാറി കയറിയപ്പോഴുള്ള തല്ലാണ് കേട്ടോ. ചില്ലറ അടിയൊന്നുമില്ല, പെരുന്തല്ലാണ്.
അപ്പോൾ അതാ സുഹൃത്തുക്കളെ, സൗദി അറേബ്യയിലുള്ള ഈ പ്രാവ് വളർത്തുന്ന നമ്മുടെ ചങ്ങുകളുടെ ഈ ഒരു കൂട്ടിൻ്റെ ഉള്ളിലായിട്ടുള്ളത്. ഇതുണ്ടോ, ഈ കാണുന്ന ഐറ്റാണ് മയിൽപ്രാവ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ പാറിപ്പോയി. അതിന് പ്രത്യേകത എന്താ വെച്ചാൽ മയിലിനെ പോലെ തന്നെ ഒരുപാട് ചെറിയ ചിറകുകൾ കൂടുതലൊക്കെ ഉള്ള സംഭവമായതുകൊണ്ടാണ് മയിൽപ്രാവ് എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഇവർ ഉണ്ടാക്കിയിട്ടുള്ള കൂടാണിത്. ഇത് കണ്ടില്ലേ, പലക കടച്ച് അതുപോലെ തന്നെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫുള്ള് സെറ്റപ്പാണ്. പിന്നെ അപ്പോൾ അതാ നമ്മുടെ ഫെൻസി ഉണ്ട്. ഇത് ഏകദേശം എത്ര ഞങ്ങളിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട്? ഏകദേശം ഒരു 3-4 മാസമായി. 3-4 മാസമായില്ലേ? വേറെ ഡൗട്ട്, പൊതുവേ നമ്മൾ പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ റൂം വന്ന് ഫോണിൽ ഇരിക്കുക അങ്ങനത്തെ ഒരു ടൈമേ നമുക്ക് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ എങ്ങനെ സമയം കണ്ടെത്താറ്? ആ ഫോണിൽ ഇരിക്കുന്ന സമയം മാറ്റി വെച്ചിട്ടാണ് ഇതിന് സമയം കണ്ടെത്തുന്നത്. നമ്മൾ 12 മണി വന്ന് രാത്രി 12 മണി ആയിട്ടാണ് നമുക്ക് ഡ്യൂട്ടി ചെയ്യുക. അതിനുശേഷം ബാക്കി വരുന്ന സമയം ഒരു 2 to 3, 12 to 2, 12 to 3 ആ സമയത്ത് നമ്മൾ ആണ് ഇതൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ റിലീഫാണ്. നമ്മൾ സാധാരണ പ്രവാസികളാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര റിലീഫാണ്. ഇതൊന്ന് അനുഭവിച്ചറിയേണ്ട ഒരു ഫീലിംഗ് ആണ് ഇത് ശരിക്കും. തീർച്ചയായും. അപ്പോൾ അതാ ഈ കൂട്ടിൻ്റെ അകത്തുണ്ടല്ലേ ചെറിയ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞുങ്ങളാണ് അതിൽ. ഏകദേശം 2 ആള് 2 പ്രാവിൻ്റെ കുട്ടികളാണ് കേട്ടോ. ചിറകൊക്കെ ഇതാ പൊന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ താഴെ അട ഇരിക്കുന്നുണ്ട് ഒരു പ്രാവ്. ചെറിയ കുട്ടികളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഈ ഒരു പ്രാവ് ഉണ്ടല്ലേ ആ കൊട്ടയിൽ മുട്ടിട്ടിട്ടാണ് അതിന് അടയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രാവിൻ്റെ കാഴ്ചകൾ. ഇവർക്ക് മെയിനായിട്ട് എന്താണ് ഭക്ഷണം കൊടുക്കൽ ഇവിടെ? നാടൻ ഗോതമ്പ്. അതാ നമ്മൾ പ്രാവുകൾക്കുള്ള തീറ്റി കൊടുക്കുകയാണ്. ഇവിടുത്തെ ഈ പ്രാവുകൾ ഇവിടുത്തെ കാലാവസ്ഥയോട് എങ്ങനെയാണ് ഇണ ചേരുന്നത്? എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ടോ? ഇത് ഓൾറെഡി ഇവിടെ ഉള്ള പ്രാക്കളായത് കാരണം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നല്ലോ. അപ്പോൾ ഓൾറെഡി ഇവിടുത്തെ കാലാവസ്ഥക്ക് വരെ സെറ്റാണ്. അതിനുവേണ്ടി വേറെ എന്തെങ്കിലും നമ്മളിപ്പോ ഇപ്പൊ തണുപ്പ് കൂടി വരുന്ന സീസണാണ്. അപ്പൊ അത് കാരണം ചിലപ്പോൾ ചുമ കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രാവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. തോന്നുന്നു അങ്ങനെ കണ്ടിട്ടില്ല. മരുന്ന് എന്താണ് കൊടുക്കാറുള്ളത്? മരുന്ന് കാര്യമായിട്ട് ഇവിടെ കൂടുതലും മരുന്നും ഇല്ല, അത് ഓട്ടോമാറ്റിക് അങ്ങനെ ശരിയായി പോകും. നാട്ടിലാണെങ്കിൽ നമുക്ക് കാൽസ്യം കാര്യങ്ങളും അതിനുള്ള മരുന്നൊക്കെ നമുക്ക് വെറ്റിനറിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇവിടെ ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെറ്റിനറി പോയാൽ കിട്ടുമല്ലോ അല്ലേ? ഇവിടെ കിട്ടും, അങ്ങനെ വിഷയമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഈ ഒരു പ്രാവുകൂടിൻ്റെ സെറ്റപ്പും ഈ ഒരു ഫുൾ ടീമാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. എല്ലാവരും നല്ല മൊബൈൽ ക്യാമറ ഒക്കെ രാത്രി ഇപ്പോൾ ഏകദേശം 2 മണിയായിട്ടുണ്ട്. ഈ 2 മണിക്കാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടീം വർക്കിന്റെ റിസൾട്ട് ആട്ടോ ഇത്. ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് സൗദി അറേബ്യയിൽ നാട്ടിൽ ചിലപ്പോൾ കഴിഞ്ഞു വരും, പക്ഷേ സൗദി അറേബ്യയിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊരു ടീം വർക്കിന്റെ റിസൾട്ട് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. തീർച്ചയായും. അപ്പോൾ എന്തായാലും ഇവരെ പോലത്തെ നമ്മുടെ മലയാളി പ്രവാസികളാണ് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുന്നത്. എന്നതാ എല്ലാവരും എന്തൊക്കെ നോക്കിയാണ് നിങ്ങളെ മുഖമൊക്കെ ഒന്ന് കാണുന്ന ആളുകളെ കണ്ടോ. ഇവർ ഈ ഒഴിവ് സമയങ്ങളിൽ വന്നിട്ട് ഇതുപോലെ കൂടും ഈ പ്രാവിനെ വളർത്തലൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യലാണ് ഇവിടെ മെയിൻ പരിപാടികൾ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കാഷ്വൽ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഒരു ഹോം ടൂർ എന്നുള്ള രീതിയിൽ ഇവരുടെ ഈ ഒരു ഫ്രീ സമയങ്ങളിൽ ഇവർ ചെയ്യുന്ന ഈ ഒരു എന്താ പറയുക ഈ പ്രാവ് വളർത്തലും കാര്യങ്ങളും ഓരോ മലയാളികൾക്കും ഒരു മാതൃക ആവാൻ വേണ്ടിയിട്ട് ആ ഒരു ചെറിയൊരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. അപ്പം പ്രാവുകൂട്ടിൽ നിന്നും ക്യാമറമാൻ ഷെമിറലിയോടൊപ്പം ഓക്കെ, ബൈ. അടുത്തതായി പ്രവാസി ചങ്കുകൾ അവതരിപ്പിക്കുന്ന ഒരു ഗാനമേള വിരുന്ന് തുടങ്ങല്ലേ? 1 2 3 4 ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ ആരേ എന്നറിയില്ലേ നിങ്ങളീ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വരും നാലണയില്ല യാചകനായെന്നോ ഉണ്ടു സഖി
ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി കാരണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. സുഹൃത്തുക്കളെ, ഇതോടുകൂടി നമ്മുടെ ഗാനമേള ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു.